ഹലോ, ഇപ്പോൾ ഞാൻ സൂൺ പോകാൻ പോകുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ബാഗ് ഓർഡർ വന്നത് അൺബോക്സിങ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ പിന്നാലെ ഞാനിതിൽ പാക്ക് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ എന്തൊക്കെ കാര്യം ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ അബ്രോഡ് മൂവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീനി ശിശിര. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇന്ന് ഞാൻ എൻ്റെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സെപ്റ്റംബർ 8 ഞാൻ ഇറ്റലിക്ക് പോവുകയാണ്. അപ്പോൾ ഇറ്റലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് 2 ട്രോളി ബാഗ്സ് ആണ് പാക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒരു ട്രോളി ബാഗ് ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ പലവിധ ഐറ്റംസാണ് കേട്ടോ. ഞാൻ മസാലപ്പൊടി ആ ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ല. അല്ലാതെ എൻ്റേതായിട്ടുള്ള കുറച്ച് മേക്കപ്പ് സംഭവങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള ബാഗുകൾ, അതേപോലെ ഡ്രസ്സ്, ചെരുപ്പ്, പിന്നെ ആക്സസറീസ്, കുറച്ച് ഐറ്റംസ്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പ് ആദ്യം തന്നെ എൻ്റെ ബാഗും ട്രോളി ബാഗും അതേപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തു. ഞാനിതിൽ ഓൾമോസ്റ്റ് ഐറ്റംസും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കുറച്ച് ഐറ്റംസാണ് ഞാൻ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് യൂട്യൂബിൽ. എൻ്റെ വീഡിയോസ് അധികം ആരും കാണാറില്ല. എന്നാലും ഫ്യൂച്ചറിലേക്കൊരു മെമ്മറി പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വയ്ക്കണേ. ഇതേപോലെ ഞാൻ ഇറ്റലിക്ക് പോകുന്നതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും. ഒക്കെ ഞാൻ എന്തായാലും അക്കൗണ്ടിൽ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരെന്തായാലും കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് റെഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാനത് കാണിച്ചു തരാം, പറഞ്ഞ സംഭവം കാണിച്ചു. സോ ഇതാണ് എൻ്റെ ബാഗ് വരുന്നത്. സഫാരിയുടെ ഒരു മീഡിയം സൈസ് ബാഗാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതിലത്തെ പ്രിൻ്റൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഈ ഇത്രയും കാണുന്നതാണ് ഞാൻ ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്ത ഐറ്റംസ്. ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇനി ആ ഒരു പെട്ടിയിലേക്ക് കയറ്റാം. എനിക്ക് എങ്ങനെ പാക്ക് ചെയ്യാമെന്നൊന്നും അറിയില്ല. മുൻപ് ഞാൻ ഇതേപോലെ ഇൻ്റർനാഷണൽ ട്രിപ്പോ വലിയ ട്രിപ്പൊന്നും ഇങ്ങനെ ട്രോളി ബാഗിലാക്കി പോയിട്ടില്ല. സോ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവാണ്. എങ്കിലും ലെറ്റ് മീ ട്രൈ. സോ നമ്മൾ അബ്രോഡ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ അതും, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ആളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവരെന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് പറയണം, ആ കാര്യങ്ങളും നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും കോമൺ ആയിട്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ കുറേ അൺനെസസറി ആയിട്ടുള്ള ഐറ്റംസ് ആക്ച്വലി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഒപ്പം പറഞ്ഞ ആൾക്കാർ അവരുടെ ആവശ്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. അത് മോസ്റ്റ്ലി എനിക്ക് വർക്കൗട്ട് ആവാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പണി എനിക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാഗിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ അധികം പറ്റിയില്ല. സോ ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. സോ അതിൽ ബേസിക്കായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് എയർലൈനിലാണോ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ആ എയർലൈനിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവർ ഏതൊക്കെ ഡയമെൻഷൻസ് ആണോ പറയുന്നത് അത്തരത്തിലുള്ള ബാഗ് തന്നെ മേടിക്കാൻ വേണ്ടി നോക്കുക. ബിസിനസ്സിനാണെങ്കിലും എക്കണോമിക് ക്ലാസ്സിനാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാഗ് സൈസസ് അവർ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുവിധ എയർലൈൻസിനും നമുക്ക് അവരുടെ AI ആയിട്ട് ചാറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്ടർക്ക് മെയിൽ അയക്കുക, അവരായിട്ട് എങ്ങനെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് പ്രോപ്പർ ഡയമെൻഷൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനനുസരിച്ചുള്ള ബാഗാണ് നമ്മൾ ആദ്യമേ വാങ്ങേണ്ടത്. ഓഫ്ലൈൻ ഷോപ്പിങ്ങിനേക്കാളും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമുക്ക് വിലക്കുറവിൽ ബാഗ്സ് അവൈലബിൾ ആണ്. എങ്കിലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ബാഗ് കണ്ടു മേടിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോകുന്ന കൺട്രിയുടെ ക്ലൈമറ്റും വെതറും എല്ലാം ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ജാക്കറ്റ്സ്, ബ്ലാങ്കറ്റ്, അതേപോലെ അവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് നമുക്ക് സേഫായിരിക്കാൻ വേണ്ടിയിട്ടുള്ള തേർമൽസ്, സോക്സ്, ഗ്ലൗസ്, ബീനീസ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലില്ലേ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. ക്ലൈമറ്റും വെതറും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പർപ്പസ് ഓഫ് വിസിറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി. നമ്മൾ എന്തിനാണ് ആ ഒരു കൺട്രിയിലോട്ട് പോകുന്നത്? സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിക്കായിരിക്കാം. അത് കൺസിഡർ ചെയ്തിട്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മുന്നേ കൂട്ടി വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലും കുട്ടികളാണിപ്പോൾ
പഠനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ പഠിപ്പിൻ്റേതായിട്ടുള്ള പേന, അതേപോലെ പുസ്തകങ്ങളായാലും പൗച്ച്, കാൽക്കുലേറ്റർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ മുന്നേ കൂട്ടി ഓർഡർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ക്ലൈമറ്റും വെതറിനോട് റിലേറ്റ് ചെയ്ത് പറയാവുന്നൊരു കാര്യമാണ്. ഇനി അതിന് പുറമേ ചിലർക്ക് അലർജിക്ക് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഡെയിലി മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ സ്കിൻ കെയർ എപ്പോഴും ചെയ്യുന്നവർ. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നമുക്ക് വിസിബിളായിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എക്സാമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും മിസ് ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കൈപിടിക്കാം. അതായത് ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും പാക്കറ്റ് ഫുഡ്സ് ആണെങ്കിലും ഒരുവിധം സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് അബ്രോഡ് എല്ലാം അവൈലബിൾ ആണ്. ഒരുപാട് ഇന്ത്യൻ ഷോപ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. എങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കുറച്ചുകൂടിയും റേറ്റ് കുറവിന് കിട്ടുമെന്ന് തോന്നുന്ന ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൈപിടിക്കാവുന്നതാണ് കേട്ടോ. അത് ഓവർലോഡായിട്ട് കൈപിടിക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം കൊണ്ടുവന്നാൽ മതി. കാരണം നിങ്ങൾ വരുന്ന തുടക്ക സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിരിക്കുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് അതിനെ പറ്റിയ സ്റ്റോറൊക്കെ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് മാത്രം കൊണ്ടുവരാൻ നോക്കുക. നമുക്കൊരുവിധം ഷോപ്പിൽ നിന്നെല്ലാം നമുക്ക് ട്രാവൽ അഡാപ്റ്റർ മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഇതേപോലെയുള്ള ട്രാവലിംഗ് സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയിലത്തെ പോലത്തെ ചാർജിങ് അഡാപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ട്രാവൽ അഡാപ്റ്റർ നിങ്ങൾ മേടിച്ച് കൈപിടിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ ഒപ്പം എക്സ്റ്റൻഷനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മൾട്ടിപ്പിൾ സോക്കറ്റ്സ് ഉള്ളത് കൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇവിടെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന തണുപ്പിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഡെക്കാത്തോളൻ പോലുള്ള ഷോപ്പിൽ നിന്നെല്ലാം നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ ജാക്കറ്റ്സ് എല്ലാം. അപ്പോൾ നമ്മളുടെ കൺവീനിയൻറ്റ് നമുക്ക് വേണ്ടുന്ന ടെമ്പറേച്ചർ എത്രയാണോ അതെല്ലാം നോക്കിയതിന് ശേഷം അതിന് പറ്റുന്ന രീതിക്കുള്ള ജാക്കറ്റ്സും അതേപോലെ ഓവർകോട്ട്സും എല്ലാം കൈപിടിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് നമ്മളുടെ ബാഗ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റിബൺ ടൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളുടെ പേര് പ്രിൻ്റ് ചെയ്തെടുത്ത് ഇതിലൊട്ടിക്കുന്നതോ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ഒരുപാട് സിമിലർ ബാഗ്സ് ഉള്ളത് കൊണ്ട് നമ്മളുടെ ബാഗ് കിട്ടാൻ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷേഴ്സ് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അബ്രോഡ് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ടൂർ പോകാനെല്ലാം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.